അമ്മയിൽ മെമ്പറായിട്ട് നിൽക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ശ്വേത ചേച്ചി ഫസ്റ്റത്തെ ലേഡി പ്രസിഡന്റ് ആയിട്ടൊക്കെ വന്നല്ലോ. സോ അമ്മയിൽ നിൽക്കുമ്പോൾ ഉള്ള ഒരു ഫാമിലി ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. എന്താണ് അമ്മയായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്? ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനൊരു 22 or സംതിങ്ങിലാണ് എനിക്ക് തോന്നുന്നു മെമ്പർഷിപ്പ് എടുക്കുന്നത്, സംതിങ് അറൗണ്ട് ദോസ് ടൈംസ്. അപ്പോൾ നമുക്ക് ആദ്യം ചെല്ലുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യം ഒരു ജനറൽ ബോഡി മീറ്റിങ്ങിനാണ് ഞാൻ ആദ്യമായിട്ട് അമ്മയിൽ മെമ്പർഷിപ്പ് എടുത്തതിന് ശേഷം പോകുന്ന ആദ്യത്തെ ഫംഗ്ഷൻ. അപ്പം അന്ന് ഞാൻ നോക്കുമ്പോൾ മമ്മൂക്കയുണ്ട്, ലാലേട്ടനുണ്ട്, രാജുവേട്ടനുണ്ട്, ടോവിനോ ചേട്ടനുണ്ട്. ഇവരെല്ലാവരും ഭയങ്കര ഇങ്ങനെ ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. മമ്മൂക്കാണെങ്കിൽ എല്ലാ ഗ്രൂപ്പായിട്ട് പോയി ചായ കുടിക്കുന്നു. അപ്പം അങ്ങനത്തെ ഇവരുടെ ഒരു സൈഡ് കാണുന്നത് ശരിക്കും അമ്മയിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ്. മറ്റേന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ അവാർഡ് ഫംഗ്ഷനൊക്കെ കാണുമ്പോഴും ഭയങ്കര ഒരു ഫോർമൽ അങ്ങനത്തെ ഇതാണല്ലോ. അപ്പോൾ സോ അന്ന് എനിക്ക് അമ്മയെ പറ്റിയുള്ള ഇമ്പ്രഷൻ അതായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ അമ്മ കുറേ എന്താ പറയുക, ഈ പ്രായമായ ആർട്ടിസ്റ്റിനെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്, അവർക്ക് വേണ്ടി കുറേ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മുടെ ലാലേട്ടനായാലും മമ്മൂക്ക ആയാലും ഓർ എനി അതർ ഈ പറയുന്ന വെരി ബിസി ആക്ടേഴ്സ്, അവർ ഈ ഒരു കോസിന് വേണ്ടി ഇത്രയും ടൈം കണ്ടെത്തുന്നു, അവർ ഈ ഫണ്ട് റേസേഴ്സിന് വേണ്ടി ഇത്രയും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ആൻഡ് വേറൊരു ഇൻഡസ്ട്രിയിൽ ഇങ്ങനത്തെ ഒരു ഫോർമുല ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതെനിക്കിപ്പോൾ മനസ്സിലാകുമ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത് അത് എത്ര ഒരു നോബിൾ തോട്ടാണത്. ബിക്കോസ് അവർക്കിപ്പോൾ ഇന്ന് എനിക്ക് വയ്യ, ഇന്ന് എനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാനാണ് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ വരാതിരിക്കാം. പക്ഷേ ഈ അമ്മ എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ്റെ ഫേസ് ആയിട്ട് എത്രയോ നാൾ ഇവർ നിന്നു. അത് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, കുറേ പേരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പം ഇപ്പം ഞാൻ അങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് അതൊരു എന്താ പറയുക, ഒരു ഭയങ്കര നോബിൾ കോസാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇപ്പം പറഞ്ഞ പോലെ ശ്വേത ചേച്ചി എന്താ നമ്മളെല്ലാവരും പറഞ്ഞു പോലെ ഒരു വിമൻ റെപ്രസെൻറ്റേറ്റീവ് വേണം നമ്മുടെ പ്രോബ്ലംസ് വോയിസ് ചെയ്യാൻ. ആൻഡ് ഷീ ഈസ് ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്. അപ്പോൾ വി ആർ ഓൾ വെരി ഹാപ്പി ഫോർ ദാറ്റ്.